റീ എഡിറ്റഡ് എമ്പുരാൻ ഇന്ന് പ്രദർശനത്തിനെത്തിയേക്കും. വിവാദം പാർലമെന്റിൽ ഉന്നയിക്കാൻ CPIM. സിനിമയുടെ കളക്ഷൻ 200 കോടി കടന്നു. രാഷ്ട്രീയ വിവാദം തുടരുന്നു. വഖഫ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. 4-ാം തീയതി സമ്മേളനം തീരും മുമ്പ് പാസാക്കാൻ BJP. KCBC ബില്ലിനെ പിന്തുണച്ചതോടെ വെട്ടിലായി കേരള MPമാർ. ബില്ലിനെ അനുകൂലിച്ച് ദീപിക പത്രം. പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയെന്ന മുഖപ്രസംഗം. തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ പദവി ഒഴിഞ്ഞേക്കും. മാറ്റം ADMK സഖ്യ പശ്ചാത്തലത്തിൽ ജാതി സമവാക്യം പാലിക്കാൻ. അണ്ണാമലയ്ക്ക് ദേശീയ തലത്തിൽ സുപ്രധാന പദവി നൽകുമെന്നും സൂചന. CPIM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടിയുയരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് സജീവം. ബൃന്ദ കാരാട്ടും പരിഗണനയിൽ. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കേരള പ്രാതിനിധ്യം കൂടും. പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കം. മധ്യവർഗത്തിന് ആശ്വാസം പകരുന്ന ആദായ നികുതി പരിഷ്കരണം ഇന്നു മുതൽ. കേരളത്തിൽ സർക്കാർ സേവനങ്ങൾക്ക് ചെലവേറും. ഭൂനികുതിയും സേവന നിരക്കുകളും കൂട്ടി. ഭൂകമ്പം തകർത്തെറിഞ്ഞ മ്യാൻമാറിൽ മരണം 2000 കടന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുന്നു. 3900 പേർക്ക് പരിക്കേറ്റെന്ന് ഔദ്യോഗിക കണക്ക്. തകർന്നടിഞ്ഞ മൻഡേല നഗരം സാധാരണ നിലയിലാക്കുക കഠിന പ്രയത്നം.